പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമാർഗ്ഗത്തിൽ തൈര് എങ്ങനെ ഉണ്ടാക്കാം എന്നൊരു വീഡിയോ അവതരിപ്പിക്കുകയാണ്. ഈ ഇടയ്ക്ക് ഞാൻ കുറച്ചധികം വീഡിയോകൾ കണ്ടു തൈരുണ്ടാക്കുന്നതിനെക്കുറിച്ച്. ഇത്രയും ലളിതമായിട്ട് തയ്യാറാക്കാവുന്ന ഒരു ആഹാര പദാർത്ഥത്തിന് ഒരുപാട് അധികം പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യുന്നതായിട്ട് കണ്ടു. അത്രയൊന്നും സ്റ്റെപ്പുകളൊന്നും ഫോളോ ചെയ്യാതെ ഏറ്റവും മികച്ച രീതിയിൽ തൈര് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോയാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഏറ്റവും മികച്ച രീതിയിൽ തൈരുണ്ടാക്കാനായിട്ട് ഏറ്റവും വേണ്ടത് നമുക്ക് ഇഷ്ടപ്പെട്ട രുചിയിലുള്ള ഒരു ഉറയാണ്, അതായത് കൾച്ചർ ഉറ തൈര്. പിന്നെ വേണ്ടത് പാല്. ഞാൻ തൈരുണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അമൂൽ താസയുടെ ടെട്രാ പാക്കിലുള്ള താസ എന്ന് പറയുന്ന പാലാണ്. ഈ പാല് ഞാൻ വളരെയധികം നിരീക്ഷണങ്ങൾക്ക് ശേഷമാണ് തിരഞ്ഞെടുത്തത്. ഞാൻ ഒരുപാട് തരത്തിലുള്ള മിൽമ മറ്റുള്ള കമ്പനികളുടെ എല്ലാം പാല് ഉപയോഗിച്ചതിന് ശേഷം ഏറ്റവും മികച്ച പാലായിട്ട് ഞാൻ കണ്ടെത്തിയത് അമൂൽ താസയാണ്. 6 മാസം വരെ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ ഇത് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. എപ്പോഴും ഒരേ തരത്തിലുള്ള കട്ടിയും കൺസിസ്റ്റൻസിയും ഒക്കെ ഉള്ള പാലാണ്. തിളപ്പിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ആവശ്യം ഒരു വൃത്തിയുള്ളൊരു സ്റ്റീൽ പാത്രവും പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള നമ്മൾക്ക് രുചികരമായിട്ട് തോന്നുന്നതിനുള്ള ഉറയും. ഇനി എങ്ങനെ തൈരുണ്ടാക്കാം എന്ന് നോക്കാം. ആദ്യം ഈ ടെട്രാ പാക്ക് പൊട്ടിക്കുക. വളരെ ഈസിയാണ്. ഇതിനെ വൃത്തിയുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴുകിയ ഞാൻ 1 ലിറ്ററിൻ്റെ ടെട്രാ പാക്കാണ് ഉപയോഗിക്കുന്നത്. 1/2 ലിറ്ററിൻ്റെയും 250 മില്ലിയുടെയും പാക്കറ്റ് കിട്ടുന്നു. നിങ്ങൾക്ക് ആവശ്യപ്പെട്ടുള്ള ക്വാണ്ടിറ്റി പാല് ഉപയോഗിക്കാം. ശേഷം ഇത് ചൂടാക്കുകയോ ചൂടാറാൻ വേണ്ടി കാത്തിരിക്കുകയോ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രുചിയുള്ള ഒരു ഉറ കൾച്ചർ ഇതിലേക്ക് ആഡ് ചെയ്യുക. നല്ലപോലെ ഒന്ന് ഇളക്കുക. ഇനി ഒരു 6 തൊട്ട് 9 മണിക്കൂർ വരെ ഇതിന് തൈരാകാനായിട്ട് മാറ്റി വയ്ക്കുക. ഇത്ര മാത്രമാണ് ആവശ്യം. നമുക്ക് നാളെ 6 മണിക്കൂറിന് അല്ലെങ്കിൽ ഒരു 8 മണിക്കൂറിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ 6 മണിക്കൂറിൽ ഏറെയായി. നമുക്ക് ഇന്നലെ ഉറവൊഴിച്ച് റെഡിയാകാനിരുന്ന തൈര് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതാ നോക്കുക, നല്ല കട്ട തൈരായിട്ടുണ്ട്. അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കുക. ഇനി ഇതിനെ ഫ്രിഡ്ജിൽ കയറ്റി തണുപ്പിക്കാൻ വയ്ക്കാം.